ആ ക്ലാസ്സിലെത്തിയപ്പോഴാണ് everyone, hope you all are doing good and great. കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ മൂന്നാർ പോയിട്ടുണ്ട്. ഞങ്ങൾ മീൻസ് എൻ്റെ ഫാമിലി. പക്ഷേ ഈ ട്രിപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഫാമിലി എല്ലാവരും ഉണ്ടെങ്കിലും ഹാദി കൂടെ ഇല്ലായിരുന്നു. ഹാദി എന്താണ് കൂടെ ഇല്ലാത്തതെന്നുള്ളതിൻ്റെ റീസണാണ് അതിലും കോമഡി. ഹാദിക്കും സ്കൂൾ ട്രിപ്പ് നടക്കുന്ന ടൈമിലായിരുന്നു ഞങ്ങൾ മൂന്നാർ പോയത്. ഓൻ്റെ സ്കൂൾ ട്രിപ്പ് മൂന്നാർക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രം എന്തിന് ഇവിടെ നിൽക്കണം, ഞങ്ങൾ മൂന്നാർ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു 12 മണിക്കായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണത്. രാത്രി 12 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. അപ്പോൾ എൻ്റെ അമ്മച്ചിൻ്റെ ഒരു കോഴിക്കൂട്ടിനെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ പില്ലോ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 5 മണി ഒരു 6 മണി ആ ഒരു ടൈം ആയപ്പോൾ തന്നെ നമ്മൾ മൂന്നാർ ആ റോഡിലെത്തിയിട്ടുണ്ടായി. പക്ഷെ രാത്രി ആയതുകൊണ്ട് ലൈക്ക് പുലർച്ചെയായിരുന്നു. വെളിച്ചം എത്തുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ആ റോഡൊക്കെ നല്ല ഭംഗിയുള്ള ആ റോഡൊക്കെ ക്രോസ് ചെയ്ത് പാസ് ചെയ്ത് ടോട്ടൽ ഒരു 5-6 മണിക്കൂറാണ് തോന്നുന്നു നമ്മളെ കൊണ്ടോട്ടിന്ന് മൂന്നാർ ടൗണിലേക്കുള്ള ദൂരം. എനിക്ക് 5-6 ഇനി 7 എനിക്കൊരു സംശയമുണ്ട്, ഞാൻ മറന്നിക്കുന്നത്. അപ്പോൾ ഈ മൂന്നാർ ഊട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര ഇഷ്ടം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ കാണാം. ആസ് എ പേഴ്സൺ ഹു ലവ്സ് ഫ്ലവേഴ്സ്, മൂന്നാർ, ഊട്ടി, വയനാട് ഒക്കെ എപ്പോഴും എൻ്റെ ടോപ്പ് ലിസ്റ്റിലുണ്ടാവും. അങ്ങനെ നമ്മൾ ആ ഒരു മൂന്നാറിൻ്റെ ഒക്കെ അവിടേക്ക് മീൻസ് ആ ടൗൺ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ഇമ്മച്ചി വീട്ടിൽ നിന്ന് കാപ്പിയോ കട്ടൻ ചായ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇമ്മച്ചി എപ്പോഴും ഇങ്ങനെ പോകുമ്പം ഒന്നെങ്കിൽ കോഫി, കട്ടൻ ചായ അങ്ങനെ ഫ്ലാസ്കിൽ കൊണ്ടും ഇതെന്തെങ്കിലും നമ്മൾ കഴിക്കാനും ഉണ്ടാവും. അങ്ങനെ ഉപ്പച്ചിൻ്റെ വീഡിയോ എടുത്തപ്പോഴുള്ള ഉപ്പച്ചിൻ്റെ എക്സ്പ്രഷനാണിത്. കാക്ക പിന്നെ ക്യാമറയിൽ എൻ്റെ ഫോട്ടോസ് എടുക്കേണ്ടിയിരുന്നു. ഉമ്മച്ചി ഇങ്ങനെ ചായ ഒഴിച്ച് തരുന്നുണ്ടായിരുന്നു. ഞാനിതൊക്കെ വീഡിയോ എടുക്കേണ്ടിയിരുന്നു. ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. ഞങ്ങളൊരു പ്ലാനിൽ ഹാദിനെ അവിടുന്ന് എവിടെയെല്ലാം കാണാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ ഹാദിനെ നമുക്ക് മീറ്റ് ആക്കിയിട്ട് വരാമെന്നുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെ പിന്നെ കാറിലിരുന്നിട്ടാണ് ഞാൻ ഫുള്ളും എൻ്റെ മേക്കപ്പൊക്കെ ചെയ്തത്. കാറിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ നിന്ന് എവിടെ പോകുകയാണെങ്കിലും ഞാൻ കാറിലിരുന്നാണ് മേക്കപ്പ് ചെയ്യുക. എനിക്ക് ആ മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യും. എനിക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ട് മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നു നല്ല മേക്കപ്പാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാവും ആ അന്നത്തെ ഒരു ഫുൾ ലുക്ക്. അങ്ങനെ നമ്മൾ സംഭവം എത്തിയപ്പോൾ തന്നെ മീൻസ് പുറത്തത്തെ ഭംഗി കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ മൂന്നാർ എത്തി. അങ്ങനെ നമ്മളൊരു വണ്ടി നിർത്തി, വഴിയിലല്ല നമ്മളൊരു സ്ഥലത്ത് വണ്ടി നിർത്തി വെറുതെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയതാണ്. കാരണം ഞങ്ങൾ എപ്പോഴും ട്രിപ്പ് പോകുമ്പം എവിടെയും ലൈക്ക് ഒരു നല്ലൊരു സ്പോട്ടിലോ അതേപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസിലോ നമ്മൾ ഇറങ്ങില്ല. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ നല്ല ഭംഗിയുള്ള റോഡ് സൈഡ് കണ്ട അവിടെ ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ ഉമ്മച്ചി അതിൻ്റെ ഇടയ്ക്ക് ഒരു ശർക്കര മേടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഉമ്മച്ചി എന്തോ കാലുമ്മൽ എന്തോ ചവിട്ടി, ലൈക്ക് എന്തിൻ്റെയോ ഒരു പൂപ്പ് ചവിട്ടി ഉമ്മച്ചി. അങ്ങനെ വണ്ടി മൊത്തം മണക്കാൻ തുടങ്ങി. ലൈക്ക് പക്ഷെ നമുക്ക് അറിയുന്നില്ല ഇത് ഇപ്പോൾ എവിടെ നിന്നാണ് ഈ സ്മെല്ല് എന്ന്. നമ്മൾ വിചാരിച്ച് ആ റോഡിൽ മൊത്തം ആ ഒരു സ്മെല്ലാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്കും ആ സ്മെല്ല് എന്ന്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇമ്മച്ചിൻ്റെ ചെരുപ്പുമെന്നാണ് ഈ സാധനം വന്നത് എന്നുള്ളത്. അങ്ങനെ വണ്ടി മൊത്തം സ്മെല്ലായി. അങ്ങനെ ഈ ഒരു ഇത് കണ്ടു, എന്താ പറയുക, ചെറിയൊരു വാട്ടർഫാൾ. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ പൈപ്പിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ എല്ലാവരും ചെരുപ്പും ഓരോരുത്തർ ചവിട്ടി അങ്ങനെ ചെരുപ്പുമേലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെരുപ്പും ഒരു ചവിട്ടിയ മാറ്റൊക്കെ കഴുകി. അതിനിടയ്ക്ക് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കയറിയിരുന്നു. അവിടുന്ന് ഞാനും അറിയാണ്ട് എന്തിൻ്റെ ഒരു പൂപ്പിൽ ചവിട്ടി. അങ്ങനെ ഞാനും പോയിട്ട് പിന്നെയും കഴുകി ഇതൊരു പണിമപ്പണിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര ബാഡ് സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഞാനും കാക്കൊക്കെ പറയാം, അത് ഇവിടെ ഉള്ളവരെങ്ങനെ ഈ സ്മെല്ല് വെച്ചിട്ട് ജീവിക്കണം, ഇവർക്ക് എങ്ങനെ ഈ സ്മെല്ലോട് ജീവിക്കാൻ പറ്റണം, എന്ത് സ്മെല്ലാല്ലേ എന്ത് സ്മെല്ല് പോകാത്തതെന്നൊക്കെ. സത്യം പറയാൻ ഞങ്ങളെ കാറിൻ്റെ ഉള്ളിൽ മാത്രമേ സ്മെല്ലുള്ളൂ. ഞങ്ങളപ്പോൾ ഇനി നാട്ടുകാരെ മൊത്തം പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ മുതൽ തന്നെ മര്യാദക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഷോപ്പിൽ നിർത്തി. ആ ഷോപ്പിൽ നിർത്താൻ കാരണം അതിൻ്റെ സൈഡിൽ നല്ല ഫോട്ടോ സ്പേസും ഉണ്ട്, നല്ല വ്യൂ ഉണ്ട്, പുറത്തോട്ട് കാണാൻ ഇരിക്കാൻ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ മാഗി എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മറ്റേ ഡ്രസ്സ് മാറ്റിയിട്ട് ഈ ഒരു ഹൂഡി സ്വെറ്റർ ഒരു ക്യാപ്പൊക്കെ ഉള്ള ഒരു സാധനം എടുത്തിട്ടു. കാരണം പിന്നെ ഞാൻ എന്താ പറ്റില്ല, ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞു, ഇനി ഇതിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാമല്ലോ. അങ്ങനെ ഞാൻ അത് മാറ്റിയിട്ട് ഈ ഒരു സാധനം ഇട്ടു. നല്ല തണുപ്പുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയ തണുപ്പ് എനിക്ക് ഓക്കെയാണ്, പക്ഷേ എനിക്ക് പെട്ടെന്ന് ഞാൻ വിറക്കാൻ തുടങ്ങും. ചെറിയ തണുപ്പുള്ള വെള്ളം ഉണ്ടെങ്കിൽ കുളിക്കാത്ത ആളാണ് ഞാൻ. അങ്ങനെ അത് ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ ഓരോക്കെ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ബൂസ്റ്റ് പറഞ്ഞു, ഓരോരുത്തർ ചായ, കോഫി അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനിപ്പോഴും ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ബൂസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ കുറച്ച് നേരം പുറത്തിരുന്ന് പിന്നെ നമ്മളൊരു മാഗി കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും കാക്കയും കൂടെ മാഗി പറഞ്ഞിട്ടുണ്ട്.
ഒന്ന് മതി നമുക്ക് എങ്ങനെ ലൈക്ക് ടേസ്റ്റ് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതറിഞ്ഞിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു മാഗിയായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. എൻ്റെ മുഖം നോക്കിയിട്ട് കാണണ്ട, നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. കാക്ക പറയുന്നു വലിയ തണുപ്പൊന്നുമില്ല അങ്ങനെയാണ്. ബിക്കോസ് ഓ UK പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ. മേ ബി ഓനക്ക് തണുപ്പില്ലായിരിക്കും, പക്ഷേ കൊണ്ടോട്ടിയിലൊക്കെ എനിക്ക് നല്ല തണുപ്പായിരുന്നു. അത് ഉമ്മച്ചിക്കും അവർക്കൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു. സ്കിന്നൊക്കെ നല്ലോണം, കൈയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബൂസ്റ്റ് എനിക്ക് ചൂടാറിയിട്ടേ കുടിക്കാൻ പറ്റുള്ളൂ, ചൂടോടെ എനിക്ക് ഒന്നും കുടിക്കാൻ പറ്റില്ല. അങ്ങനെ ബൂസ്റ്റും മാഗിയൊക്കെ അങ്ങനെ കഴിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഇതായിരുന്നു ആ ഷോപ്പിൽ നിന്നുള്ള വ്യൂ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങി. ബൈ എൻ്റെ ഹെയറും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവിടെ എൻ്റെ ഉപ്പച്ചി എക്സ്പ്രഷൻ ഉണ്ട് ബാക്കിൽ. പിന്നെ നമ്മളിങ്ങനെ പോണ വഴിക്ക് എവിടെയോ ഒരു സാധനം കണ്ട്. ഇതിൻ്റെ പേര് എന്തോ ഒരു റിസർവ് ആണ് തോന്നുന്നുണ്ട്, എന്താണ് വൈൽഡ് ലൈഫിൻ്റെ എന്തോ ഒരു സംഭവം കണ്ട്. അവിടെ നമ്മൾ ഇറങ്ങി, പക്ഷെ നമ്മൾ കയറിയില്ല. കാരണം അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ്ടെന്ന് പറഞ്ഞു. ആർക്കും നടക്കാൻ വയ്യ. പിന്നെ കാക്കാക്ക് എന്തോ കാലിൽ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് വാഷ്റൂമിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് കറക്റ്റ് മൂന്നാർ ടൗണിലെത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോഴാണ് ഞാൻ എൻ്റെ ക്യാപ്പ് ഇങ്ങനെ ഇട്ടാൽ നല്ല രസമുണ്ടല്ലേ, അങ്ങനെ ഇട്ടാൽ നല്ല രസമുണ്ടല്ലേ എന്നൊക്കെ നോക്കുന്നത്. അങ്ങനെ ഇമ്മച്ചി എല്ലാവരും, ഒരാൾ നെയ് റോസ്റ്റും ബാക്കി 2 പേരും മസാല ദോശയും. ഞാൻ വെറൈറ്റി ആക്കി ഉള്ളിദോശ പറഞ്ഞു, ഒനിയൻ ദോശ. അത് ഫ്ലോപ്പായി പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വേറെ ഏതൊരു മാട്ടുപ്പെട്ടി ഡാമൊക്കെ ഉണ്ടല്ലോ, അവിടെയാണ് ഹാദി അവിടെയാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് പോണ വഴിക്ക് ഈ കോണ് തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങളിങ്ങനെ 2 കോണ് മേടിച്ചിട്ട് ഇങ്ങനെ ഷെയർ ആക്കി തിന്ന്. പിന്നെ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നപ്പം ലൈക്ക് സ്കൂൾ കുട്ടികൾ ടൂർ പോകുന്ന ഒരു ടൈമാണ്, കുറേ ട്രിപ്പിൻ്റെ ടൈമായിരുന്നു. 2-3 ബസ്സിലെ കുട്ടികൾ എന്നോട് ഹായ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കാക്കാരോട് പറയാം, കണ്ടോ ഇന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് എനക്കിൻ്റെ പുച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഐ വാസ് റിയലി ഹാപ്പി. ലൈക്ക് ഓരിന്ന ബസ്സൊന്നും ഇന്ന ഒരു മനസ്സിലായല്ലോ. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ മാട്ടുപ്പെട്ടി ഡാമിൽ പോവാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ പോയപ്പം ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞങ്ങൾ പോയത് വീക്കെൻഡ് ആയിരുന്നു. പിന്നെ ആ ഒരു വീക്കെൻഡിൽ ഈ സ്കൂൾ ട്രിപ്പൊക്കെ പോകുന്ന ടൈമായിരുന്നു. ആ ഒരു ടൈമിലാണ് ഞങ്ങൾ പോയത്. അതിൻ്റെ കുറേ സ്കൂൾ ട്രിപ്പും ഫുൾ ടൂറിസ്റ്റ് ബസ് ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ ഒന്നും നിർത്തിയില്ല, കാരണം ഇത്രയും ആൾക്കാർ, ഫുൾ ബ്ലോക്ക്. പിന്നെ എനിക്കും കാക്കാക്കും ആൾക്കാരെന്ന് പറഞ്ഞാൽ പണ്ടേ അലർജി ആയതുകൊണ്ട് ഞങ്ങൾ ഓടി ഇറങ്ങില്ല. ഈ ക്രൗഡ് പ്ലേസ് ഒന്നും ഞങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് കുറച്ച് മറ്റേ യൂക്കാലിപ്സ് ആണോ പൈനാണോ എന്ത് മരമാണെന്ന് എനിക്കറിയില്ല, അതിൻ്റെ ഇടയിലും ജസ്റ്റ് നമ്മൾ ഇറങ്ങി ഫോട്ടോ എടുത്തു. അതിൽ കുറച്ച് ആളില്ലാത്ത സ്ഥലത്ത്, ബാക്കി എല്ലായിടത്തും നല്ല ആൾക്കാരായിരുന്നു. പിന്നെ ഒരു ഉച്ചക്കായപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് മൂന്നാർ ടൗണിൽ തന്നെ പോയിട്ട് അലിബാബ ആൻഡ് 40 ഡിഷസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ പോയപ്പോൾ നമ്മൾ പറയുന്ന ബിരിയാണി ഒന്നും അവിടെ കഴിഞ്ഞിട്ടുണ്ട്, നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് റൈസും ചിക്കൻ 65 പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ച് ഫ്രൈഡ് റൈസൊക്കെ അല്ലെങ്കിൽ ഗ്രേവി കൂട്ടിയിട്ട് കഴിക്കുമ്പോഴല്ല നമുക്ക് അത്ര ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല, നല്ല ഫ്ലേവറുള്ള റൈസ് ആയിരുന്നു. സോ അടിപൊളിയായിരുന്നു. അപ്പോൾ തന്നെ നല്ലോണം മഞ്ഞിറങ്ങി കുറച്ചായപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു 12 മണി 3 മണി എന്തോ ആയപ്പോൾ ഞങ്ങൾ നേരെ റിസോർട്ടിൽ പോയി. റിസോർട്ടല്ല, നമ്മളൊരു സ്ഥലം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ നല്ല മഴയായിരുന്നു. ആക്ച്വലി ഞാനാണ് ബുക്ക് ചെയ്തത്, പക്ഷേ കാക്ക ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്തു. പക്ഷേ സ്ഥലം ഭയങ്കര ഇടുങ്ങിയ റോഡിൽ കൂടെ കുറേ നിലയ്ക്ക് സ്റ്റെപ്പ് കയറി പോകാണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതായിരുന്നു അവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയായിരുന്നു. ആ സ്റ്റേ ചെയ്ത് ദ അൺപ്ലഗ്ഡ് എസ്കേപ്പ് എന്നായിരുന്നു അതിൻ്റെ പേര്. പക്ഷേ നല്ല കുറേ കുത്താനും സ്റ്റെപ്പ് കയറിയിട്ട് പോകണം. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നല്ല മഴയായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയ ടൈമിൽ. സോ ആ ഒരു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ പണ്ടാറടങ്ങി ഏത് നേരത്താണ് ഞാൻ ബുക്ക് ചെയ്തെന്നുള്ളൊരു രീതിയിലായിരുന്നു. ഞാൻ പറയില്ല, നല്ല മഴയായിരുന്നു. പക്ഷേ നല്ലോണം കറക്റ്റ് ഈ കോട ഇറങ്ങണതും ഫുള്ള് കോട മൂടി നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റി. പിന്നെ റിസോർട്ടിൻ്റെ അകത്തുള്ളതും ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ പറയില്ല. ഭയങ്കര തണുപ്പായിരുന്നു, നല്ല ക്ഷീണമുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇറങ്ങിയത് 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. രാത്രിയൊക്കെ ആയപ്പോൾ ഇതായിരുന്നു അവസ്ഥ, തണുപ്പുണ്ട്. പിന്നെ രാവിലത്താണ് ഞാൻ എടുത്തത്. രാത്രി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ രാവിലെയാണ് ഞങ്ങൾ തിരിച്ചു പോവുക, അവിടുന്ന് ചെക്കൗട്ട് ചെയ്യാന്നൊക്കെ ഉള്ള രീതിയിൽ ഇറങ്ങി. ഫസ്റ്റ് തന്നെ ഞങ്ങൾ റെഡിയായി. ഞാൻ ഈ ഒരു പിങ്ക് സ്വെറ്ററോ എന്തായാലും പറയാം, സ്വെറ്ററോ ഒരു സാധനമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. പക്ഷേ ഇത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഒരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. റൂമിൽ നോക്കിയാലും കാണും, പക്ഷെ ഇവിടെ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടേക്ക് നമ്മൾ ഇറങ്ങി. പക്ഷെ മഴ പെയ്തതിൻ്റെ കുറച്ച് എന്താ പറയുക, ഒരു ചീഞ്ഞൊലിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചീഞ്ഞൊലിക്കുന്ന മഴ എന്നൊക്കെ പറയൂലേ, അങ്ങനെ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇനി കാണാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞ കുത്തനെ സ്റ്റെപ്പ്. ഇതല്ല, ഇതിൻ്റെ കുറച്ചുകൂടെ
മേലൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറേ സ്റ്റെപ്പ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പാണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ കാല് വെച്ചാൽ നേരെ പോയി നിലത്ത് കിടക്കാം, അങ്ങനത്തെ ഒരു സ്റ്റെപ്പാണ്. രാവിലെ പിന്നെ മഴ കുറച്ച് കുറവുള്ളതുകൊണ്ട് കുഴപ്പമില്ല, മഴയും കൂടി ആണെങ്കിൽ ഭയങ്കര റിസ്ക് ആയിരുന്നു ഈ ഒരു സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. പിന്നെ അതുപോലെ വണ്ടീൻ്റെ പാർക്കിംഗ് കുറച്ച് അപ്പുറത്തായിരുന്നു, അത് അങ്ങോട്ട് കുറച്ച് നടക്കണം. മൊത്തത്തിൽ ഒരു കൺജസ്റ്റഡ്, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. പക്ഷെ ബുക്ക് ചെയ്ത് പോയില്ലേ, പിന്നെ പോകാന്നല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാനും കാക്കയും കൂടെ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തപ്പം ഒരു ഫോട്ടോ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി പ്ലേസ് കണ്ടു. ലൈക്ക് ഭയങ്കര താഴ്വര വാലി പോലത്തെ ഒരു സ്പേസ് കണ്ട് നമ്മളത് തപ്പിയിട്ട് കുറേ പോയി. അവിടെ എത്തിയപ്പോൾ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ക്ലോസ് ആക്കിയെന്ന് കണ്ട് ഞങ്ങൾ കുറേ പോയി. പക്ഷെ അവിടെ എത്തിയപ്പം അതങ്ങനെ കണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോഴത്തേനും ഉമ്മച്ചി നല്ല ഉറക്കമായിരുന്നു കാറിൽ കിടന്നിട്ട്. ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നേരത്തെ ഇന്നലെ മാട്ടുപ്പെട്ടീൻ്റെ അവിടെ ഞങ്ങൾ ഇറങ്ങാണ്ട് പോയൊരു സ്പേസ് ഉണ്ടായിരുന്നു, കുറച്ച് കാണാൻ ഭംഗിയില്ലേ. അവിടെ നിന്ന് രാവിലെ ആയതുകൊണ്ട് ഒറ്റ മനുഷ്യരില്ല, കാരണം സ്കൂൾ കുട്ടികളൊക്കെ പിറ്റേ ദിവസം വന്ന് പോയി. അപ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ അവിടേക്കൊക്കെ ഇറങ്ങി ഫുൾ കുറേ കുടക്കെ ചൂടിയിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോയത് യെല്ലപ്പെട്ടിക്കാണ്. യെല്ലപ്പെട്ടിക്ക് ജസ്റ്റ് പോവുക, അവിടെ പോവുക, തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുക, അതായിരുന്നു ഞങ്ങൾ പ്ലാൻ. ഓക്കെ, സോ ഫസ്റ്റ് ഞങ്ങൾ യെല്ലപ്പെട്ടി പോയി. ആ റോഡും നല്ല രസമുണ്ടായിരുന്നു, അങ്ങോട്ട് പോകണം ആ റോഡ്. അപ്പം അങ്ങനെയൊക്കെ പോയി ഫുൾ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ ഫോൺ പുറത്തേക്ക് ഇടുമ്പോഴത്തിന് പറയും കുരങ്ങ കൊണ്ടുപോകുന്നു. അങ്ങനെ എൻ്റെ അമ്മച്ചി ഇങ്ങനെ പറയുന്നു ഹണി മ്യൂസിയത്തിൽ പോകണം. അങ്ങനെ പോയി ഫുൾ കോമഡി ആയിരുന്നു. ജസ്റ്റ് അവരൊരു വീഡിയോ ഇട്ട് കണ്ട് എൻ്റെ അമ്മച്ചി എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വലിച്ച് കൊണ്ടുപോയതാണ് അങ്ങോട്ട്. ഹണി എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഉഷാർ. ആ ക്ലാസ്സിൽ ഇരുത്തിയപ്പോഴാണ് ചെറിയ ഞാൻ കൊണ്ടുപോയത്. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. അപ്പൊ സംഭവം അടിപൊളിയായിരുന്നു. പക്ഷെ ആ ക്ലാസ്സിനടുത്ത് ആകെ 2 ക്ലാസ് തന്നെ അതിൽ മെയിൻ ആയിട്ടുള്ളൂ. പിന്നെ ഈ ആ ഡ്രസ്സും കാണിച്ചു, ഹണിയും കാണിച്ചു. അങ്ങനെ പിന്നെയും നമ്മൾ രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ ഹണി മ്യൂസിയത്തിൻ്റെ അവിടെ എത്തിയപ്പം അവിടെ മറ്റേ എന്താ പറയുക ബ്രെഡ് ഓംലേറ്റും മാഗി അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും നല്ല രസമുണ്ടായിരുന്നു. മാഗി നല്ല രസമുണ്ടായിരുന്നു, ബ്രെഡ് ഓംലേറ്റും നല്ല രസമുണ്ടായിരുന്നു. രണ്ടും പിന്നെയും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയും എനിക്ക് പിന്നെയും വിശക്കുണ്ടായത്. അങ്ങനെ ഞങ്ങൾ പിന്നെയും കഴിച്ച്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മൻ്റെ രണ്ടാമത്തെ ആഗ്രഹമായിരുന്നു സ്ട്രോബെറി ഫാം പോകണം എന്നുള്ളത്. അപ്പോൾ അത് ഹണി മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെ കിട്ടി. ഹണി മ്യൂസിയം കൊണ്ട് വയറ് നിറഞ്ഞിരിക്കണം, അത് വേറെ കാര്യം, ഇനി പറയില്ല. പിന്നെ അപ്പോൾ സ്ട്രോബെറി ഫാം പോയി, അത് അടിപൊളിയായിരുന്നു. ലൈക്ക് അങ്ങോട്ട് നടന്നു പോകുന്ന സ്ഥലമാണിത്. പക്ഷേ കുറേ സ്ട്രോബെറി ഒന്നും ആ ടൈമിലില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റും കുറച്ച് ഫ്രഷ് സ്ട്രോബെറീസ്. പിന്നെ അത് ഉണ്ടാക്കുന്നത് കാണാനും പറ്റും. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ തപ്പി പോയപ്പം അതിൻ്റെ ഇടയിൽ ഒരു സ്ട്രോബെറി കണ്ടു. ലൈക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല, ഇങ്ങനെ 2-3 സ്ട്രോബെറീസ് ഇങ്ങനെ കണ്ടു. പക്ഷേ ആ സ്ഥലത്തെ സ്ട്രോബെറിനേക്കാളും എനിക്കിഷ്ടമായത് കുറേ പൂക്കളുണ്ടായിരുന്നു. പൂക്കൾ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് പൂക്കൾ, ഈ സൂര്യകാന്തി, പിന്നെ ഈ മല്ലി ഉണ്ടല്ലോ, നമ്മളെ ജമന്തി, എന്താ പറയുക ഇതിന്, ഇത് ഈ സാധനം, ഇത് കുറേ എൻ്റെ മോനെ ഒരു എന്താ പറയുക ഫുൾ വീഡിയോ എടുത്തില്ല. ആ ഒരു സ്പേസ് മൊത്തം ഈ സാധനം ഉണ്ടായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ അവിടുന്ന് കുറേ പിക്ചേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിലേക്കാളും പിക്ചേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഫ്രഷ് സ്ട്രോബെറിയും പിന്നെ സ്ട്രോബെറി വൈനും പിന്നെ സ്ട്രോബെറി ജാമും ഇത് 3 നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ രസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ മേടിച്ചാണ്. അങ്ങനെ പിന്നെയും നമ്മൾ യെല്ലപ്പെട്ടിയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അവിടുന്ന് തിരിച്ചു പോകാൻ നേരത്ത് നല്ല രസമുണ്ടായിരുന്നു ക്ലൈമറ്റ് കാണാൻ. അങ്ങനെ പിന്നെ ഞാനും ഉമ്മച്ചിയും കൂടെ കാക്കാനോട് പറഞ്ഞ് നിർത്തി എനിക്ക് ഈ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. ഈ സാധനം എന്താണ് ശരിക്കും എനിക്ക് മേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിർത്തൂല. വാങ്ങാൻ പോയപ്പോഴാണ് മനസ്സിലായത് ഇതിനാണ് ഈ വണ്ടി നിർത്തി നടന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ എനിക്കിതൊക്കെയാണ് എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അങ്ങനെ അതും വാങ്ങി. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് പാലക്കാട് എത്തിയപ്പോഴാണ്. ഞങ്ങൾ പിന്നെ പാലക്കാട് പൊള്ളാച്ചി റൂട്ടിനാണ് ഇങ്ങോട്ട് തിരിച്ചു പോയത്, വന്നൊക്കെ ആ റൂട്ടിന് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു മന്തിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പം ഇത്രയാണ് ഞാൻ വീഡിയോസ് എടുത്തത്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഇത്ര എടുത്തത് തന്നെ ഭാഗ്യം. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.